പ്രകൃതിയെയും അല്ലെങ്കിൽ സ്ത്രീയെയും പുരുഷനെയും നിർമ്മിച്ചത്. രണ്ടുപേർക്കും അവരുടേതായ ഉല്ലാസ് ബാബു, ഈ നിലപാടിനോട് യോജിപ്പുണ്ടോ? ഈ നിലപാട് എന്ന് പറയുന്നത് PMA സലാമിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് രാഹുൽ ഈശ്വർ നടത്തുന്നത്. താങ്കൾക്ക് ആ നിലപാടുണ്ടോ ശ്രീ ഉല്ലാസ് ബാബു? ശ്രീ മഞ്ജുഷേ, നമ്മൾ വെറുതെ സാഹിത്യ ഭാഷ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. PMA സലാം പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് കേരള സമൂഹത്തിനും മലയാളിക്കും മനസ്സിലാവും. അയാൾ പറഞ്ഞത് എന്താണ്? അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവിടെ യാതൊരുവിധ കാരണവശാലും സ്ത്രീയും പുരുഷ സമത്വം ഇല്ല. അയാൾക്ക് അതിനോട് യോജിക്കുന്നില്ല എന്ന് തന്നെ. എന്താണ് അത് പറയാൻ കാരണം? കഴിഞ്ഞ വ്യായാമവുമായി ബന്ധപ്പെട്ട് ഇടകലർന്ന് വ്യായാമം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചും അതേപോലെ തന്നെ പരസ്യമായി വ്യായാമം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചും കാന്തപുരം പറഞ്ഞ വിഷയവും അതിന് CPM മറുപടി പറഞ്ഞ വിഷയം, CPM-ന് കാന്തപുരം മറുപടി പറഞ്ഞ വിഷയം, അതിന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിൽ അഭിപ്രായം പറഞ്ഞ വിഷയത്തിൽ ഈ PMA സലാമിനോട് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു PMA സലാം അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. അവർ വായ കൊണ്ട് അത് വല്ലാണ്ട് പറയാറില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് കേരളത്തിലെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അറിയാം, കോഴിക്കോട് മലപ്പുറം മേഖലകളിൽ എത്ര സ്ഥലങ്ങളിലാണ് സ്ത്രീ വോട്ടർ മറ്റേ സ്ഥാനാർത്ഥികളുടെ സ്ഥലത്ത് ഭർത്താവിന്റെ ഫോട്ടോ അടിച്ചു വെക്കുവര്. ഏത് വലിയ സാക്ഷര കേരളത്തിൽ, വലിയ പ്രബുദ്ധത പറയുന്ന കേരളത്തിൽ, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ കേരളത്തിൽ, സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന കേരളത്തിൽ, സ്ത്രീകൾ മുൻപന്തിയിൽ വരണമെന്ന് വാശി പിടിക്കുന്ന കേരളത്തിൽ ഇവരെന്താ ചെയ്യാറെന്നറിയോ? ഇവര് ഭർത്താവിന്റെ പടം ജീവിക്കും, എന്നിട്ട് ഓന്റെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യാൻ പറയും. അങ്ങനെ പോലും ചെയ്തിരുന്ന സ്ഥലം അധികം വൈകിട്ടിലേക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ്. അപ്പൊ ഇവരുടെ നിലപാട് കൃത്യമായിട്ട് അത് തന്നെയാണ്. BJP അന്നും ഇന്നും ഒക്കെ കൃത്യമായിട്ട് അതിനെ എതിർത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ വക സ്വഭാവമുള്ളവരെ, ഈ വക ചിന്താഗതിയുമായി നിൽക്കുന്നവരെ രാഷ്ട്രീയ കേരളം തിരിച്ചറിയണം, പൊതുസമൂഹം കൃത്യമായി തിരിച്ചറിയണം. കോൺഗ്രസിൽ എന്താ? കോൺഗ്രസ് ഇതിന് മറുപടി, പ്രിയങ്കാ ഗാന്ധിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. പ്രിയങ്കാ ഗാന്ധി ഇതിന് മറുപടി പറയണം. ഈ നിലപാടിനോട് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ, കോൺഗ്രസിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞ ഈ നിലപാടിനോട് പ്രിയങ്കാ ഗാന്ധിക്ക് എന്താ നിലപാടുള്ളത്? എന്താണ് കോൺഗ്രസിന്റെ ഇവിടുത്തെ കേരളത്തിലെ ഘടകത്തിൽ ഇതിനെന്താ അഭിപ്രായം പറയാത്തത്? എന്താരും മിണ്ടാതിരിക്കുന്നത്? എന്താണ് അവർക്ക് കൃത്യമായി തള്ളി പറയാൻ സാധിക്കാത്തത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് തന്നെയാണ് യൂണിഫോം സിവിൽ കോഡൊക്കെ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കരാളം മനസ്സുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വർജി പറയുന്ന പോലുള്ള കാര്യമല്ല. അദ്ദേഹം അതിനെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് PMA സലാം പറഞ്ഞത് സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അങ്ങനെയുള്ള അവകാശം കൊടുക്കാൻ പറ്റില്ല, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, മുന്നിൽ ചേർത്ത് നിർത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് രാഹുൽ പറയുന്ന. എല്ലാ മതങ്ങൾക്കും ഈ ഒരു ചട്ടക്കൂട് ഉണ്ട് എന്നുള്ളതാണ് രാഹുലിന്റെ വാദം. എന്റെ മഞ്ജുഷേ, പറയട്ടെ, പൊതുസമൂഹത്തിൽ മഞ്ജുഷും ഞാനും ഒക്കെ ഇന്നത്തെ സമാജത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വളർച്ചയിൽ കൂടുതൽ ഒന്നും കൂടി ഗംഭീരമായി വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ്. BJP സർക്കാർ കൃത്യമായിട്ട് സ്ത്രീകളുടെ വിഷയത്തിൽ, നിങ്ങൾക്കറിയാം, സ്ത്രീ സംവരണ ബില്ലിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പോലും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, മണ്ഡലത്തിലായിക്കോട്ടെ ജില്ലകളിലായിക്കോട്ടെ സ്ത്രീ പ്രാതിനിധ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. പല വിഷയങ്ങളിലും എല്ലാ മേഖലകളിലും സ്ത്രീകൾ ഉയർന്നു വരട്ടെ അല്ലെങ്കിൽ വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഞാൻ. പിന്നെ സമാജത്തിനകത്ത് ഇതേപോലെയുള്ള വ്യത്യാസങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ഇവരും കൂടി മുന്നോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗവും നമ്മുടെ നാട്ടിലുണ്ട്. ആ സമയത്ത്, അത്രയും പുരോഗമനമായി ചിന്തിക്കുന്ന ഒരു സമയത്താണ് പഴയ കാലഘട്ടത്തിലെ സംവിധാനം കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരു ഉളുപ്പുമില്ലാതെ കേരള സമൂഹത്തിന് മുമ്പിൽ ഇത്രയും വലിയ നീതികേട് പറയാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു. ന്യായീകരിക്കാൻ കഴിയുന്നു ശ്രീ രാഹുൽ ഈശ്വർ? എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നു രാഹുൽ? PMA സലാമിന്റെ സ്ത്രീവിരുദ്ധ നിലപാടിനെ എങ്ങനെ ന്യായീകരിക്കാൻ രാഹുലിന് കഴിയുന്നു? ഇത്ര വലിയ സംവിധാനം പറയാൻ എങ്ങനെ മുസ്ലിം ലീഗിന് തയ്യാറായി? മുസ്ലിം ലീഗിന് ധൈര്യം വന്നേ? അവിടെ നമ്മുടെ കേരളം ഉണരണം, നമ്മൾ സാംസ്കാരിക സമ്പന്നത പറഞ്ഞിട്ട് കാര്യമില്ല. കേരളം ഇതിനകത്ത് കൃത്യമായി ഉണരണം, രാഹുൽ മറുപടി പൂർണ്ണമായിട്ട് എതിർക്കണം. അല്ലല്ല